മഞ്ഞപ്പടയുടെ ആശാന് പകരക്കാരനെത്തിയിരിക്കുകയാണ്. മൈക്കൽ സ്റ്റാറയെ മുഖ്യ പരിശീലകനായി കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചു കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി എത്തുന്ന സ്വീഡിഷ് പരിശീലകൻ മൈക്കൽ സ്റ്റാറെ 17 വർഷത്തോളം പരിശീലകനായി വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 48-കാരനായ സ്റ്റാറെ 2026 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 2 ദശാബ്ദത്തിലേറെ നീണ്ട പരിശീലന പരിചയമുള്ള മൈക്കൽ സ്റ്റാറെ സ്വീഡിഷ് ക്ലബ്ബായ വാസ്ബി യുണൈറ്റഡിലൂടെയാണ് പരിശീലക കുപ്പായമണിഞ്ഞത്. 2009-ൽ സ്വീഡിഷ് ക്ലബ്ബായ AIKയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേൽക്കുകയും ചെയ്തു. 400ഓളം മത്സര സമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ, ചൈന, നോർവേ, അമേരിക്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിലായി പ്രമുഖ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി തായ് ലീഗിലെ ഉത്തൈ താനി FCയെയാണ് മൈക്കൽ സ്റ്റാറെ പരിശീലിപ്പിച്ചത്. മാനേജ്മെന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതികരണവുമായി അദ്ദേഹം എത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഏഷ്യയിൽ കോച്ചിംഗ് കരിയർ തുടരാനും ഈ മനോഹരമായ ഭൂഖണ്ഡത്തിലെ തന്റെ 3ാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരാനും സാധിച്ചതിൽ വളരെ അഭിമാനിക്കുന്നുവെന്നും മൈക്കൽ സ്റ്റാറെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെത്തി എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒരുമിച്ച് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സ്റ്റാറെ കൂട്ടിച്ചേർത്തു. പരിശീലകനിൽ തങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളുമുള്ള ഒരാളാണ് മൈക്കൽ സ്റ്റാറെ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പ്രതികരിച്ചിരിക്കുന്നത്. അപാരമായ അനുഭവ സമ്പത്തും ശക്തമായ നേതൃത്വവും അദ്ദേഹത്തിനുണ്ടെന്നും സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻസിസ് അഭിപ്രായപ്പെടുകയുണ്ടായി. മുഖ്യ പരിശീലകൻ എന്നതിനു പുറമെ 1990 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രോണ്ടൽസ്, ഹാമർബി, AIK എന്നീ ക്ലബ്ബുകളുടെ യൂത്ത് ടീമിനെയും സ്റ്റാറെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 2004-ൽ AIK അണ്ടർ-19 ടീമിനെ ദേശീയ കിരീടത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവാൻ വുക്കോമോനോവിച്ച് അപ്രതീക്ഷിതമായി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതോടെയാണ് പുതിയ പരിശീലകന് വേണ്ടി ക്ലബ്ബ് അന്വേഷണം ആരംഭിച്ചത്. 2021-22 സീസണ് മുന്നോടിയായി കൊച്ചി ക്ലബ്ബിലെത്തിയ വുക്കാമോനോവിച്ചിന് 1 വർഷം കൂടി കരാർ ശേഷിക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് വിടുന്നത്. ക്ലബ്ബും വുക്കാമോനോവിച്ചും തമ്മിലുള്ള പരസ്പര ധാരണയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ 1 തവണ ISL ഫൈനലിലും 2 തവണ പ്ലേ ഓഫ് എലിമിനേറ്ററിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവേശിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സ് കളിക്കാരേക്കാൾ ആരാധകരുണ്ടായിരുന്ന പരിശീലകൻ കൂടിയായിരുന്നു അദ്ദേഹം. ക്ലബിനെ തുടർച്ചയായി 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകനും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനുമായിരുന്നു അദ്ദേഹം. 2023-24 സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വല ഫോമിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം പകുതിയിൽ ദയനീയ ഫോമിലേക്ക് വീഴുകയായിരുന്നു. പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായത്. 2024 കലണ്ടർ വർഷം ടീമിന്റെ പ്രകടനങ്ങൾ ദയനീയമായതോടെ ഇവാനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹം ക്ലബിനൊപ്പം ഉണ്ടാകും എന്നായിരുന്നു ആരാധകർ കരുതിയത്. പക്ഷേ അത് നടന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വിടവ് നികത്താൻ സ്റ്റാറയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ISL ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയാണ് മൈക്കൽ സ്റ്റാറെ. സ്റ്റാറയുടെ നേതൃത്വത്തിൽ ടീമിന് മികച്ച പ്രകടനം നടത്താനും വരും സീസണുകളിൽ കിരീട നേട്ടത്തിനായി മത്സരിക്കുവാനുമുള്ള ഊർജം നൽകാൻ സാധിക്കുമെന്നും ക്ലബിന് പ്രതീക്ഷയുണ്ട്. പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ മൈക്കൽ സ്റ്റാറെ ടീമിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.